ഇപ്പോൾ മികച്ച മലയാള സിനിമയ്ക്ക് പുരസ്കാരം ലഭിച്ച സൗദി വെള്ളക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. തരുൺ, അഭിനന്ദനങ്ങൾ. ഒത്തിരി ഒത്തിരി സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ പുരസ്കാരം? ഇല്ല, പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡിന് അയച്ചിട്ടുണ്ടെന്ന് അറിയായിരുന്നു. പിന്നെ ഈ നാഷണൽ ലെവലിൽ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്ത സിനിമ ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ ആ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ വരും എന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഓർത്തില്ല. ഞാനൊരു 5 മണി അവാർഡ് TV കാണാമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. പക്ഷെ ഇപ്പൊ നിരന്തരം കോളുകൾ വന്നപ്പോഴാണ് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായത്. തിയേറ്ററിലും നല്ല നേട്ടം ഉണ്ടാക്കിയല്ലോ. പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ലാതെ വന്ന സിനിമയാണ്. അതെ 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 തിയേറ്ററിലും ഒരുപാട് തിയേറ്ററിൽ ഓടിയൊരു സിനിമയാണ്. ഗോവ ഫെസ്റ്റിവലിലും പോയിരുന്നു അല്ലേ സിനിമ? വിജയം കിട്ടിയ സിനിമയാണ്. കേട്ടില്ല. ഗോവ ഫെസ്റ്റിവലിലും പോയിരുന്നു അല്ലേ? ഗോവ ഫെസ്റ്റിവലിന് പോയിരുന്നു. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായിരുന്നു. ബാംഗ്ലൂർ ഫെസ്റ്റിവലിൽ അങ്ങനെ ഒത്തിരി അവാർഡുകൾ ഭാഗ്യം ചെയ്ത സിനിമയാണത്. സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ? സൗദി വെള്ളക്കയെ കുറിച്ച് കൂടുതൽ. സൗദി വെള്ളക്ക ആക്ച്വലി ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോ അങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ തരുണേ എന്ന് പറഞ്ഞ സന്ദീപേട്ടനും അതിന്റെ കോ പ്രൊഡ്യൂസർ ഹരിച്ചേട്ടനും ആണ് എന്റെ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവര് എനിക്ക് ഒപ്പം നിന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്ര നിസ്സാരമായ യാത്ര അല്ലായിരുന്നു. ഒരുപാട് കൺമുന്നിൽ ആദ്യം നമ്മൾ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചൊരു നടി മരിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അവിടെ പകച്ചു പോയൊരു നിമിഷം ഉണ്ടായി. അവിടെയൊക്കെ ഈ നിർമ്മാതാക്കൾ കൂടെ നിന്ന് ചേർത്ത് പിടിച്ചില്ലടാ നമ്മൾ ഈ പടം ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നീട് വന്നെത്തിയ ആളാണ് ദേവി. അടുത്ത പ്രോജക്റ്റിന് ഒരു പ്രചോദനമാവുകയാണല്ലോ. ഉറപ്പായിട്ടും ലാലേട്ടനുമായിട്ടുള്ള പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് സൗദി വെള്ളക്ക പോലെയല്ല, ഇനി താരങ്ങളെ വെച്ചുള്ള സിനിമയാണല്ലേ? ഇപ്പം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ലാൽ സാറുമായിട്ടുള്ള സബ്ജക്റ്റാണ്. രസമുള്ളൊരു കഥയാണ്. ആ കഥ ഇഷ്ടപ്പെട്ട് ലാൽ സാർ ചെയ്താൽ നന്നാവുമെന്ന് ഓർത്ത് അങ്ങനെ വന്നെത്തിയ ഒരു സബ്ജക്റ്റാണ്. അതിന്റെ രജപുത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും ഭയങ്കര സന്തോഷമുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ സൗദി വെള്ളക്കയിലെ അഭിനേതാക്കൾ കൂടി പരിഗണിക്കപ്പെടേണ്ടിയിരുന്നു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, അതിനിപ്പോ എന്ത് അവാർഡ് കിട്ടിയിരുന്നു? സ്റ്റേറ്റ് അവാർഡിൽ പോലും ദേവി വർമ്മയ്ക്കും മഞ്ജുഷയ്ക്കും ഒക്കെ അവാർഡ് കിട്ടിയപ്പോഴും നമുക്കത് നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയ പോലെയാണ്. അപ്പം സിനിമ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് ആ ടീമിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ക്യാമറ ചെയ്ത ശരണായാലും നിഷാദിനായാലും കോസ്റ്റ്യൂം എല്ലാവർക്കും ഒരുമിച്ച് ഒരു അംഗീകാരമാണ്. അപ്പം സന്തോഷം. അങ്ങനെ ഇന്നവർക്ക് കിട്ടി ഇന്നവർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല, അതൊരു ടീം വർക്കാണ്. ആ ടീമിന് കിട്ടിയതിന്റെ സന്തോഷമാണ്. വളരെ നന്ദി, വളരെ നന്ദി. ഒന്നുകൂടി അഭിനന്ദനങ്ങൾ പറയുന്നു. സിനിമയിലെ എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക തരുൺ. താങ്ക് യു.